നല്ലവരായ കാവോതി നിവാസികളെ, പൂവന്തരിശ മൈതാനത്ത് ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. AXN ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയും മരുന്നുകളും തികച്ചും സൗജന്യമായിരിക്കും. ദ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ അവാർഡ് വിന്നർ ഡോക്ടർ ജോൺ എബ്രഹാം നേരിട്ട് രോഗികളെ പരിശോധിക്കുന്നതായിരിക്കും. AXN ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയും മരുന്നുകളും തികച്ചും സൗജന്യമായിരിക്കും. ദ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ അവാർഡ് വിന്നർ ഡോക്ടർ ജോൺ എബ്രഹാം നേരിട്ട് രോഗികളെ പരിശോധിക്കുന്നതായിരിക്കും. ഡോക്ടർ ഇവിടെ വരുമോ മാഷേ? വരാവുന്ന സിറ്റുവേഷൻ അല്ല, പക്ഷേ ഡോക്ടർ വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഒരു 15 മിനിറ്റോടെ കഴിയും. ഓ ശരി സാർ. മാഷെ, ഞാനൊരു അർജന്റ് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞില്ലേ, US ക്ലയൻസിന്റെ. ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ. ഓക്കെ സാർ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കാം. നമസ്കാരം, ഞാനാണ് ശ്രീധർ മാഷ്. എന്തായി കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നു. എന്താ തീരെ ആളില്ലല്ലോ, പബ്ലിസിറ്റി ഒന്നും ചെയ്തില്ലേ? പബ്ലിസിറ്റി ഒക്കെ ചെയ്താ സാറേ, പക്ഷെ പ്രതീക്ഷിച്ച ഒരു റെസ്പോൺസ് കാണുന്നില്ല. ഇവിടുത്തെ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോ? ആരും സഹകരിക്കുന്നില്ല സാർ. ഈ മെഡിക്കൽ ക്യാമ്പിനെ തന്നെ ഒരു സംശയദൃഷ്ടിയോടെ അവർ വീക്ഷിക്കുന്നത്. സാറേ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? വന്നേ, ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ക്യാമ്പയിൻ. ആ ന്യൂസ് വാല്യൂ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. മനസ്സിലായോ? പപ്പ വിളിക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ലിയോയെ വിളിക്കും. അതൊന്നും കുഴപ്പമില്ല. ഓ, ഞാൻ നോക്കട്ടെ. ഇനി അവനെ വിളിക്കരുത്. ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളണം. അവനെ മറന്നേക്ക് നീ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവനെ ചുമന്നോണ്ട് നടക്കേണ്ടി വരും. അവന് വേണ്ടി വെറുതെ നീ നിന്റെ ജീവിതം കളയണ്ട. മനസ്സിലായല്ലോ? ശ്വാസം വലിച്ചേ, ഒന്ന് ചുമച്ചേ. ഹലോ ലിയോ, ഹലോ. ഞാൻ അവിടെ വരാം. ഇനി കുഴപ്പമില്ല, ഒന്ന് മയങ്ങട്ടെ. ലിയോയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഫിസിക്കലി ഡിസേബിൾഡ് എന്നതിനേക്കാൾ മെൻ്റലി ഡിപ്രസ്ഡ് ആണെന്നുള്ളതാണ്. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നാളത്തെ കോൺഫറൻസിൽ നമുക്ക് ലിയോയുടെ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലെത്താം. പിന്നെ ജോൺ ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാടോ. നാളെ 11 മണിക്കല്ലേ കോൺഫറൻസ്? യാ.
സോറി. ജോൺ, ഇനി ഒരിക്കലും നമ്മുടെ മോൻ നടക്കില്ല എന്നാണോ പറയുന്നത്? യെസ് സാർ, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. നമ്മൾ ഈ സത്യം ഉൾക്കൊണ്ടേ പറ്റൂ. മായാതെ താരകം മേലേ പാടുന്നു സാന്ത്വനം പോലെ. മൗനം മൂടുമീ നെഞ്ചിൻ താളമായി പിടയും മുറിവിൽ നറുപൊൻകിനാക്കൾ വീണുടഞ്ഞുവോ. മായാതെ താരകം മേലേ പാടുന്നു സാന്ത്വനം പോലെ. ഗ്രേറ്റ് മാൻ. ഇത്തവണ നീ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ ആണോ? കോളേജിൽ ക്യാപ്റ്റൻ ആയ പോരാ. എടാ നല്ല മഴ വരുന്ന തോന്നേ, നമുക്ക് വിട്ടാലോ? ആടാ മഴ മാത്രല്ല നല്ല ഇടിവെട്ടുണ്ടെന്ന്. ഞാൻ പോണേ. പേടിത്തൊണ്ടന്മാരൊക്കെ പോക്കോ. ശരിടാ. ചേട്ടന്മാരെ കളിച്ചിട്ട് ബൈടാ. എടാ ഞാനുണ്ട്. ലിയോ, ലിയോ, ലിയോ. താനേ വിങ്ങും മേഘം പാടും പാട്ടിലെ ഈണം പോലെ ആരോ തനിയെ വിതുമ്പിയോ. തെളിയാൻ തളരും തിരിനാളമെന്ന പോൽ മരുവിൽ പഴയ പോലെ മമ്മി. നീയാണ് അവനെ ഹാപ്പി ആക്കേണ്ടത്, മനസ്സിലായോ? ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, എല്ലാം ശരിയാവും. പാടുന്നു സാന്ത്വനം പോലെ. സായം സന്ധ്യ വീണ്ടും രാവിൻ വാതിലിൽ തീരാമോഹമോടെ ഇരുളും വേളയിൽ ഇനിയും വെറുതെ എനിക്കിനി നടക്കാൻ പറ്റില്ല മമ്മി. ഇനി ജീവിക്കണ്ട. മോന്റെ കൂടെ മമ്മി ഉണ്ട്.
അയ്യോ, ദൈവം ഒരു വഴി കാണിച്ചു തരും. ഏട്ടൻ വിളിച്ചിരുന്നു. ആ ഒരു ഡിവൈൻ ഹീലിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. ലിയോനൊന്ന് കൊണ്ടുപോയാലോ? സാറേ, നീ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് നിന്റെ ഈ ഡിവൈൻ ഹീലിംഗ് പ്രോഗ്രാം കൊണ്ട് ചെയ്യാൻ പോകുന്നു? ഫൂളിഷ്നസ്. ഫിലിപ്പ് ഓരോന്ന് പറയും, നീ അതനുസരിച്ച് നിൽക്കുകയാണോ? ആ യെസ്, ആസ് യൂഷ്വൽ. ആ, ഞാൻ എത്തിക്കോളാം. ആരോടാ രാവിലെ ഈ ചാറ്റിംഗ്? മെഡിസിൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആ ബോധമുണ്ടോ നിനക്ക്? മോൾക്ക് വില കൂടിയ ഫോൺ തന്നെ വേണ്ടേ? ഇപ്പൊ കണ്ടില്ലേ, ഒരു ശ്രദ്ധയില്ല. മെഡിസിനാണ് പഠിക്കുന്നതെന്ന് ഒരു ബോധമുണ്ടോ നിനക്ക്? രാവിലെ തന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? ഇവളെ ഒരു നല്ല സർജനാക്കാനല്ലേ 1 കോടി രൂപ കൊടുത്തൊരു സീറ്റ് വാങ്ങിച്ചത്. ഇപ്പൊ കണ്ടില്ലേ, ഇവൾക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ചൂടുണ്ടോ? നീയും ഇതിന് കൂട്ടാം. എടാ, എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തത്, നമ്മൾ അത്രയും പേര് അന്നവിടെ കളിച്ചോണ്ടിരുന്നിട്ടും ഇവനെ മാത്രം പിന്നിൽ തെരഞ്ഞു പിടിച്ചടിക്കാൻ എന്തായിരിക്കും കാരണം? അത് ചിലപ്പോൾ ഇവന്റെ കയ്യിലിരിപ്പ് കണ്ടപ്പോൾ ദൈവത്തിന് തോന്നിക്കാണും എന്തേലും പണി കൊടുക്കണമെന്ന്, അല്ലാതെ വേറെന്താവാനാ. നീ ഒന്ന് വായടച്ചടാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് പണിയെന്ന് അങ്ങേറെ നടുപടിയാണല്ലോ. ശരിയാ. ലിയോ, നീ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിരിക്കല്ലേ? എല്ലാം കൈവിട്ടു പോയില്ലടാ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇരുന്നല്ല എന്താ? എന്നാലും ഇങ്ങനെയൊക്കെ ആവുമ്പോ അവളെന്നെ ഒഴിവാക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിലും കാലിന് വയ്യാത്തവൻ ആർക്കാണ്? ഞങ്ങൾ നിന്നോട് പറഞ്ഞല്ലോ, ഇത് റിയയുടെ തീരുമാനമല്ല, അവളുടെ വീട്ടുകാരുടെ പ്രഷറില്ല. ഓ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. That damn lighting has ruined my life. ഹലോ, എപ്പാ? ആ, ഞാൻ വരാന്ന്. ഞാൻ വന്ന് നിക്ക്. ശരിയെന്ന്. അപ്പം ശരിയടാ, ഞാൻ പോണ്ടാ. ശരി, ഞാൻ ഇറങ്ങുവാണേ. ആരാ വിളിച്ചേ? അത് വേറൊരു ഇടിമിന്നലാണ്, അമ്മച്ചി എന്ന് പറയും, അറിയോ? എന്നാ നീ ചെല്ല്. എടാ, ഞാനും വരാണ്. എന്നാ വാ. എടാ, ഞാൻ പോട്ടടാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങോടാ. പിന്നെ റൂമിലേക്ക് ആക്കണോടാ? വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോക്കോളാം. പോട്ടെടാ. ശരി. ബാ. എടാ ചേട്ടാ, എന്റെ ഫോൺ താഴെ വീണ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നു. ഒന്ന് നോക്കിയേ. എന്താ പറ്റിയേ? ഇന്ന് പപ്പയുടെ വല്ല ഉണ്ടേം കിട്ടിയ? കൂട്ടുകാര് റിയയുടെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? എടാ, ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ചേട്ടനെന്ത് സൂപ്പറാ. അവളെ കാണാനാണെങ്കിൽ ഒരു ഭംഗിയുമില്ല. അത് മാത്രല്ല, അവൾ മൊത്തത്തിൽ പോരാ. അത് വിട്, ഇതൊന്ന് നോക്കി. ഇത് മൊത്തത്തിൽ പോയി. പുതിയത് മേടിക്കേണ്ടി വരും.
ബെസ്റ്റ്. ഇങ്ങടെ ഞാൻ തന്നെ ശരിയായിക്കോളാം. പിന്നെ കാരാണ് അവ എഞ്ചിനീയറിംഗിന് വിട്ടത്. ഈ മരുന്ന് 2 വീക്സ് കഴിക്കണം. അതിനുശേഷം പെയിൻ മാറുന്നില്ലെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഡോക്ടറുടെ ഈ മരുന്ന് കൊണ്ട് ദൈവം എൻ്റെ അസുഖം മാറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം? എന്താ താങ്കളുടെ ജോലി? ഞാനൊരു വൈദികനാണ്. ഇതൊരു ബൈബിളാണ്. സമയം കിട്ടുമ്പോൾ വായിക്കണം. നോ ഫാദർ, വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ബൈബിളുണ്ട്. ഞാനിതൊന്നും വായിച്ചു പോലും നോക്കാം. ഇതെൻ്റെ സമ്മാനമാണ്. താങ്കൾക്ക് ഇത് ഉപകരിക്കും. ഒരു സ്റ്റഡി ബൈബിൾ. ഇതിവിടെ ഇരിക്കട്ടെ. ജോൺ, എന്തുപറ്റി ഈ സമയത്ത് ഇവിടെ? ഹേയ്, ഒരു ഹായ് പറയാൻ വെച്ചിട്ട് വന്നതാ. പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മകൾ ഇവിടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ജോണിനെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. ഒരു 3 മണിക്കൂർ ഡിവൈൻ ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട് നമ്മുടെ പള്ളിയിലാണ്. അപ്പോൾ ഞാൻ ലിയോ ഇന്ന് കൊണ്ടുപോയി നോക്കട്ടെ. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരമുണ്ടോ? എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നു? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. ഫിലിപ്പ് എന്താന്ന് വെച്ചി? ശരി എന്നാ. ആ ഫിലിപ്പ്, ഇതെനിക്കൊരു പ്രീസ്റ്റ് തന്നതാ. ഇതൊരു സ്റ്റഡി ബൈബിളാണ്. ഒരു പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ഉപകരിച്ചേക്കും. Glory to God, glory to God, glory to the Father. Glory to God, glory to God, glory to the Father. To Him be glory forever, to Him be glory forever. Hallelujah, Amen, Hallelujah, Amen, Hallelujah, Amen. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവെ, അങ്ങറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരില പോലും അനങ്ങുന്നില്ല. മേഘങ്ങളെ ഉയർത്തുന്നതും മഴയ്ക്ക് വേണ്ടി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ വിടുന്നതും അങ്ങു തന്നെ. വിത്ത് വിതയ്ക്കുന്നത് ഞങ്ങളാണെങ്കിലും അതിനെ മുളപ്പിച്ച് വിളവ് നൽകുന്നത് അവിടുത്തെ കൃപ. കരുണാമയനായ കർത്താവെ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാനൊരു അനുഭവം പറയാം. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ബാലൻ്റെ പേരാണ് റോബിൻ. ഇവനൊരു അത്ഭുത ബാലനാണ്. ഇവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയില്ല. എന്നാൽ ഇവൻ ദൈവത്തിൻ്റെ ദർശനം കിട്ടിയവനാണ്. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഡോക്ടേഴ്സ് നിർബന്ധിച്ചതാണ്. എന്നാൽ മാതാപിതാക്കൾ സമ്മതിച്ചില്ല. ഈ കുഞ്ഞിൻ്റെ പിതാവാണ് ഈ നിൽക്കുന്നത്. ഇവനെ പ്രസവിച്ച സമയത്ത് പല ഡോക്ടർമാരും വിധി എഴുതി. ഈ കുഞ്ഞിനെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല, സംസാരിക്കില്ല, കൈകൾക്ക് സ്വാധീനം ഉണ്ടാകില്ല, അങ്ങനെ പലതും. എന്നാൽ ഇവർ ഈ കുഞ്ഞിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി അല്പാൽപമായി കൈകാലുകൾ ചലിക്കാൻ തുടങ്ങി. എഴുന്നേൽക്കാനും നടക്കാനും സംസാരിക്കാനും തുടങ്ങി. ആ കുഞ്ഞാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ദൈവീകമായ ഈ സംഗീത വിരുന്നൊരുക്കുന്ന ഈ കുട്ടി. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഏതവസ്ഥയിലും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. സങ്കീർത്തകരോട് ചേർന്ന് നിന്ന്
നമുക്കൊരിക്കൽ കൂടി ആ കുഞ്ഞിനെ ദൈവം പകർന്നു നൽകിയ കഴിവ് ആസ്വദിക്കാം. പപ്പ, ഞാൻ സ്പോർട്സ് കോമ്പറ്റീഷന് പങ്കെടുത്തോട്ടെ? ഡെയിലി അരമണിക്കൂറേ പ്രാക്ടീസ് ഉള്ളൂ. നിന്നെ ഒരു സ്പോർട്സുകാരിയാക്കാനല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്തത്. കുട്ടികളോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിച്ചൂടെ ജോൺ? സ്നേഹം കൂടിയതാണ് പ്രശ്നം. ഞാനിവനെ എഞ്ചിനീയർ ആക്കാനല്ലേ വിട്ടത്. എന്നിട്ട് പന്ത് കളിച്ച് പന്ത് പോലെ ഇരിക്കണമില്ലേ? എന്തൊക്കെയാ പറയുന്നത് ജോൺ? നീ എന്തിനാ ഇവനെയും കൊണ്ട് ധ്യാനത്തിന് പോയത്? പോയിട്ട് വല്ല ഗുണമുണ്ടായോ? ഗുണമുണ്ടാവും. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. സയൻസ് തോറ്റെടുത്ത് ദൈവം ജയിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ജോൺ. നമുക്ക് വൈകുന്നേരം ഫിലിപ്പങ്ങളുടെ വീട് വരെ ഒന്ന് പോയാലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇറ്റ് ഷോസ് 94. നിങ്ങൾ അതനുസരിച്ച് വേണ്ടത് നോക്കണം. MRI സ്കാനോടെ? MRI സ്കാൻ എടുത്തിട്ടില്ല സാർ. സ്കാൻ എടുക്കണമെന്ന് ഇന്നലെ പറഞ്ഞത് പേഷ്യനോട് പറഞ്ഞാ സർ, അവർ സമ്മതിക്കുന്നില്ല. സ്കാൻ എടുത്തിട്ട് ബാക്കി ചെയ്താൽ മതി. മിസ്സസ് ബുൾഡോസർ, ഇതൊന്ന് കഴിച്ചോക്കെ. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് അപ്പനെ കളിയാക്കരുത്. പിന്നെ എന്തിനാ എന്റെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ? വേണ്ടി വരും. ഇതെന്താണ്? കഴിച്ചു നോക്ക്. പിണ്ണാക്ക് പോലത്തെ ഒരു സാധനം. നോക്ക് മമ്മി, ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. വെറുതെ നന്നായിട്ടുണ്ട്. അയ്യോ, ബുൾഡോസർ വന്നു. ചേട്ടാ, ഫിലിപ്പങ്ങളുടെ വീട്ടിൽ പോണ്ടേ? മമ്മി വരുന്നുണ്ടോ? ഇല്ല. മമ്മി എന്നാ ബുൾഡോസറിന്റെ അടിയിൽ പേടും. നിങ്ങൾ ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ലല്ലേ? ആടി മറന്നതാ. പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് വന്നതാ. റേച്ചൽ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? ആ, എന്റെ ഗ്യാപ്പ് ഇട്ടുമ്പോ ചാടും. ഓ, അങ്കിളില്ലേ ഇവിടെ? പുറത്തു പോയിരിക്കാണോ? ഞാനിവിടെ ഉണ്ട്. ആ, ഇത് വലിയ അത്ഭുതമാണല്ലോ, രണ്ടാളും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ടുള്ള വരവ്. അങ്കിളുടെ പറച്ചിലേട്ടാത്തതും ഞങ്ങൾ ഇങ്ങോട്ട് വരാറേ ഇല്ലെന്ന്. ഏതായാലും ഇപ്പോഴെങ്കിലും വരാൻ തോന്നി, സന്തോഷായി. ഞാൻ കാപ്പി എടുക്കാം. അങ്കിളെ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എനിക്കത് അങ്കിളിനോടൊന്ന് ഷെയർ ചെയ്യണം. നീ പറ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ഹീലിംഗ് പ്രോഗ്രാമിൽ പറഞ്ഞ ചില ബൈബിൾ കോട്ട്സ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അതിൽ പറയുന്നത് ഇടിമിന്നൽ അയക്കുന്നത് ദൈവമാണ്. എൻ്റെ ഈ ഒരു അവസ്ഥയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്കിൾ. എന്ത് റിലേറ്റ് ചെയ്യുന്ന കാര്യം നീ പറയണേ? അല്ല, അതിൽ പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയ്ക്കും കാരണം ദൈവമല്ലേ? മോനെ, ബൈബിൾ പറയുന്ന ഒക്കെ സത്യമാണ്. ഇടിമിന്നൽ അയക്കുന്നത് ദൈവം തന്നെയാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് ദൈവം ഇടിമിന്നൽ അയക്കുന്നത് മാത്രമല്ല, സുഖപ്പെടുത്തുന്നവനാണ്. ഓക്കെ, വെയിറ്റ്. ഇത്
സ്റ്റഡി ബൈബിളാണ്. നിന്റെ എല്ലാ സംശയങ്ങൾക്കും നിന്നെ ഇത് സഹായിക്കും. ബൈബിള് വീട്ടിലുണ്ട്. ഈ സ്റ്റഡി ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിളിലെ ഏതെങ്കിലും വചനത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതിലുണ്ടാവും. ഇതെനിക്ക് കിട്ടിയത് നിന്റെ പപ്പയുടെ കയ്യിൽ നിന്നാണ്. പപ്പയുടെ കയ്യിൽ? അതെങ്ങനെ? ഒരുപക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി ഇതായിരിക്കും. ഞങ്ങളെ നമ്മളന്ന് സംസാരിച്ചില്ലേ ഇടിമിന്നലിനെ കുറിച്ചൊക്കെ? അന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് US-ലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേര് ഇതുപോലെ തന്നെ അരക്കി കീഴ്പോട്ട് തളർന്നു പോയവര് സുഖപ്പെട്ടതായിട്ട് സാക്ഷ്യം അവരുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. No one can please God without faith. No one can see God without holiness. വിശ്വാസവും വിശുദ്ധിയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. മന്ദാരം പൂത്തുവല്ലോ നെഞ്ചോരം കാത്തു നിൽക്കും പൊൻതാരം ആരാരോ ചെമ്മാനം നീട്ടുമേതോ സമ്മാനം വാങ്ങുവാനായി വന്നോണം നിന്നാണം കാത്തു നിൽക്കും പൊൻതാരം ആരാരോ കണ്ണോരം കുന്നോളം അഴകെഴുതിയ പോലെ എന്നാളും നിന്നോമൽ ഓർമ്മയിലിവനൊഴുകും മന്ദാരം കാത്തു നിൽക്കും പൊൻതാരം
വീട്ടിലേക്ക് പോവാം. ആ ബെസ്റ്റ്. ആ മതി. അപ്പോ ആരാണ് ക്രിസ്ത്യാനി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 2 കിലോ ഇറച്ചിയും വാങ്ങി 2 പെഗ്ഗും അടിച്ച് തല്ലുകൂടുന്നവനല്ല ക്രിസ്ത്യാനി. ഈ കൂട്ടർക്ക് വേണ്ടിയല്ല യേശു മടങ്ങി വരുന്നത്. എബ്രഹാമിന്റെ സന്തതികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അച്ഛനല്ല അവരെ അടച്ചാക്ഷേപിക്കണോ? ഏയ്, വിരോധം ഉണ്ടാവാൻ പറഞ്ഞതല്ല, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇരിക്കും. അബ്രാഹത്തിന്റെ മക്കൾ ആരൊക്കെയാന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. ദൈവവചനം കേട്ട് വിശ്വസിക്കുന്നവരെല്ലാവരും എബ്രാഹത്തിന്റെ മക്കളാണ്. എബ്രാഹത്തിന്റെ ജീവിതം പോലെ ആയിരിക്കണം നമ്മുടെയും ജീവിതം. ഒന്നുകൂടെ വ്യക്തമാക്കാമോ അച്ഛോ? ഒരു സംഭവത്തിലൂടെ വ്യക്തമാക്കി തരും. നമ്മുടെയൊക്കെ കുടുംബത്തിൽ സ്വത്ത് ഭാഗിക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്. കാരണം അവന് കൂടുതൽ കൊടുത്തു, എനിക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നവരെ കാണാറുണ്ട്. എന്നാൽ എബ്രഹാം ചെയ്തത് സഹോദര ബന്ധത്തെ മുറുകെ പിടിക്കാൻ എന്ത് നഷ്ടവും സഹിക്കാൻ തയ്യാറായി എന്നതാണ്. ഈ ഭൂമിയും അതിലുള്ള വസ്തുക്കളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സ്വന്തമാക്കാനല്ല, ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഭൂമിയിൽ നിന്ന് നാം പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിച്ച് സ്വർഗം സ്വന്തമാക്കാനാണ്. വസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ സാധ്യമല്ല. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഒരു സംശയം, യേശു പക്ഷപാതം കാണിക്കുമോ? ബെത്സയിദ കുളക്കരയിൽ അനേകം രോഗികൾ കിടക്കുമ്പോൾ അച്ഛാ, എന്താണ് യേശു ഒരാളെ മാത്രം സുഖപ്പെടുത്തിയത്? നല്ല ചോദ്യമാണ്. ഒരുവൻ കിടപ്പ് രോഗിയായി 38 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബാംഗങ്ങൾ തിരിഞ്ഞു നോക്കാതെയായി. സുഹൃത്തുക്കളും വിട്ടുപോയി. സഹായിക്കാൻ ആരുമില്ലാതെ കിടന്നിരുന്ന അവനെ യേശു കാണുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. കാരണം അവൻ്റെ ഉള്ളിലെ വിശ്വാസം അത്രമേൽ തീവ്രമായിരുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? എങ്കിൽ പിന്നെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, ഈ മക്കളെ പരസ്പരം സ്നേഹിക്കാനും അങ്ങയോടുള്ള വിശ്വാസം മുറുകെ പിടിക്കാനും സഹായിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ എല്ലാം കീടത്തെ പോലെ നശിപ്പിക്കുന്നു. നീ കുറച്ച് നാളായി തുടങ്ങിയിട്ട് നീ എന്തറിഞ്ഞിട്ട് വർത്താനം പറഞ്ഞത്? എന്റെ പൊന്നിലിയോ കാര്യം അറിഞ്ഞിട്ട് പറ. നീ ആരടാ? എന്തേ? ഞാൻ അറിഞ്ഞായിരുന്നു. ഞാനിപ്പോൾ വന്നത് നിന്നോടൊന്ന് മാപ്പ് ചോദിക്കാൻ. അന്ന് സംഭവിച്ചൊന്നും മനഃപൂർവ്വമല്ലായിരുന്നു. അതൊന്നും സാരമില്ലടോ, കളിയിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. പപ്പയില്ലേ ഇവിടെ? ഇല്ലടാ, പപ്പ വർക്കിന് പോയിരിക്കുക. പപ്പയോട് പറഞ്ഞേക്ക് ഞാൻ വന്നായിരുന്നു. എന്തായാലും പറഞ്ഞേക്കാം. പിന്നെ നീ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ, എന്നിട്ട് വേണം നമുക്കടുത്ത് മാച്ച് കളിക്കാൻ. ശരി.
അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. യേശു അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. അവന്റെ ഉള്ളിലെ വിശ്വാസം അത്രമേൽ തീവ്രമായിരുന്നു. മമ്മി മമ്മി അയ്യോ, ലിയോ ലിയോ ലിയോ, എന്താ പറ്റി? ജോൺ, ജോൺ, ഒന്ന് വേഗം വാ. എന്താ ലിയോ? Are you all right? എന്താ പറ്റിയ? വീണതാ, പിടിച്ചിരുത്താം. നീ ഓക്കെ അല്ലടാ? എന്താ പറ്റിയടാ? എന്താ പറ്റിയ? ഒന്ന് എഴുന്നേക്കാൻ നോക്കിയതാ. വാട്ട് ഫൂളിഷ്നെസ് ലിയോ! ഇപ്പൊ നിനക്ക് ഈ വീൽ ചെയറിലെങ്കിലും നടക്കാം. ഇതുപോലെ എഴുന്നേക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ that will be worse. ഫുട്ബോൾ കോർട്ടിൽ പാഞ്ഞ പഴയ കാലുകളല്ല നിനക്കുള്ളത്. Now you are a disabled person. You should realize that. നിനക്കിനി നടക്കാൻ കഴിയില്ലല്ലോ. അതൊന്നും മനസ്സിലാക്ക്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? മോനെ, മോൻ വിഷമിക്കണ്ട കേട്ടോ. മമ്മി ഇപ്പൊ വരാം. ഈ അവസ്ഥയിൽ അവനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അവന്റെ തെറ്റുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇവിടെ വേണ്ടത് ജോണിന്റെ FRCP അല്ല. കുട്ടികൾക്ക് വേണ്ടത് സ്നേഹമുള്ള ഒരു അപ്പനെയാണ്. എനിക്കവനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഈ അവസ്ഥയിൽ അവന്റെ പപ്പ ഒരു ബിഗ് ഫെയിലിയർ അല്ലേ? ജോൺ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇതിലെല്ലാ എഫേർട്ടും ജോൺ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ എഫേർട്ട് കൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറാ. നമ്മുടെ മോന് ചിലപ്പോ ദൈവം ഇങ്ങനെയായിരിക്കും വിധിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളുള്ളിടത്തോളം കാലം അവനൊരു കുറവുണ്ടെന്ന് അവന് തോന്നാൻ പാടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല.
ഫുട്ബോൾ കോർട്ടിൽ പാഞ്ഞ പഴയ കാലുകളല്ല നിനക്കുള്ളത്. നൗ യു ആർ എ ഡിസേബിൾഡ് പേഴ്സൺ. യു ഷുഡ് റിയലൈസ് ദാറ്റ്. നിനക്കിത് നടക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ നമ്മളുള്ളിടത്തോളം കാലം അവനൊരു കുറവുണ്ടെന്ന് അവന് തോന്നാൻ പാടില്ല. ലിയോ 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 എന്താ പറ്റി? സാറാ ലിയോ എണീക്ക് വാ. സാറാ ലിയോ ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ജോൺ നോക്ക്.
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ജോണിനിപ്പോൾ ദൈവം തെളിയിച്ചു തന്നിരിക്കും. ഐ തിങ്ക് ദിസ് ഈസ് തെറാപ്പിക് മാർബിൾ. See, Dr. John, we should not connect this to religious faith. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അവനെ എവിടെയെല്ലാം കൊണ്ടുപോയി, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് നമ്മൾ തന്നെയല്ലേ വിധി എഴുതിയത്. എന്നിട്ട് അവനിപ്പോൾ ഓടുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ. ബട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദർ ഇസ് സംതിങ് ബിയോണ്ട് അവർ നോളജ്. ശരി, സിയോ. എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ശരിക്കും എന്തുകൊണ്ടേ? എന്താ സംഭവിച്ചേ? പറയടാ. ചേട്ടാ, എന്തുപറ്റി? പതിവില്ലാതെ അങ്ങോട്ടൊരു നോട്ടം. ഈ ദൈവം ലിയോയുടെ ജീവിതത്തിൽ ഇടപെട്ടതേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ എപ്പോഴാണ് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ശക്തിയും യുക്തിയുമൊക്കെയാണ് ഈ ലോകത്തെ നയിക്കുന്നതെന്നായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ധാരണ. പക്ഷേ ഇപ്പോൾ അതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അറിഞ്ഞതിനേക്കാൾ അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതൽ. ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം. ജോണിന് വിരോധമില്ലെങ്കിൽ നാളെ നമുക്ക് ഒരിടം വരെ പോകാം. പോകാം. ഏതൊരു ഡോക്ടറും നിസ്സഹായനായി പോകുന്ന അവസ്ഥയാണ് മരണം. ഫിലിപ്പിൻ്റെ വാക്കുകൾ ആ കുടുംബത്തിന് ഒരുപാട് ഹോപ്പ് കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ വാക്കുകളല്ല, ദൈവവചനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന സത്യങ്ങൾ. അത് ഞാൻ ഓർമ്മിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചിട്ടും ബൈബിൾ എന്താണെന്ന് ഞാൻ പഠിച്ചില്ല. മറ്റെല്ലാം പഠിച്ചു. മരണം കാണാത്ത മനുഷ്യരെക്കുറിച്ച് ഫിലിപ്പ് പറഞ്ഞത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇനി അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ പഠിക്കണം. മനുഷ്യനൊരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന 2 പേർ മരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് ഏലിയ പ്രവാചകനെ സ്വർഗത്തിൽ നിന്ന് രഥമയച്ച് ചുഴലിക്കാറ്റിൽ ദൈവം സംവഹിച്ചു കൊണ്ടുപോയി. അപ്പോൾ തന്നെ പ്രവാചക ദൗത്യം സമർപ്പണമുള്ള മറ്റൊരുവനെ കൈമാറി. ജോൺ, ജോൺ,
പപ്പയ്ക്ക് ഒരാഴ്ചയും മരുന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ ഡോക്ടർ. ഞാൻ അഡ്മിറ്റ് ആവാൻ റെഡിയാണ് സാർ. ആഹാ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മറ്റു ടെസ്റ്റും സ്കാനിങ്ങും ഒന്നും വേണ്ടേ സാർ? നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ ആവശ്യമുള്ളത്. ചേട്ടൻ മരുന്നിൻ്റെ കൂടെ ഒരു പേജെങ്കിലും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം. ഇതിന് മരുന്നിനേക്കാൾ വീര്യമുണ്ട്. ശരി ഡോക്ടർ. സാറിൻ്റെ ഇൻപേഷ്യൻ്റ് റൂംസ് എല്ലാം വേക്കൻ്റ് ആണ്. ആകെ ഒരു രോഗി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കിടത്തി ചികിത്സിക്കേണ്ട രോഗികളെയല്ലേ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂ. സിസ്റ്റർ അടുത്ത ആളെ വിളിക്കേ. താങ്ക് യു. താങ്ക് യു. എടാ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ? സംഗതി കൊള്ളാം. പക്ഷേ ഈ കൂട്ടുകാരെ ശത്രുക്കളാക്കുന്ന പരിപാടിയാണ് ഈ പാർട്ണർഷിപ്പ്. കാര്യം ഒരു പൊട്ടനാണേലും ഈ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടാ. ഇല്ലേ? എടാ, നമുക്ക് ഫുഡിൻ്റെ കൂടെ ഒരു ബിയർ പറഞ്ഞാലോ? ബിയറോ? ആ, എന്താ നീ അടിക്കുന്നില്ലേ? എടാ, ഈ ബിയറിനൊന്നും തരാൻ പറ്റാത്തൊരു ലഹരി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനിപ്പോൾ. അതെന്താണ് നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ലഹരി? അത് ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. അത് പോട്ടെ. എടാ, ഈ സൺഡേ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് ചുമ്മാ പൊളിയായിരിക്കണം. അതെ. സെറ്റാ. എടാ, സൺഡേ എനിക്ക് പറ്റില്ലടാ. എന്തു പറ്റി? സൺഡേ എനിക്ക് വേറൊരു ട്രിപ്പുണ്ട്. ട്രിപ്പാ? എന്ത് ട്രിപ്പാടാ? വിത്ത് മൈ ഫാമിലി. പപ്പ ഒരുപാട് മാറിപ്പോയല്ലേ മമ്മി? വാട്ട് ഹാപ്പൻ ടു യു ജോൺ? ഇവിടെ വരുന്ന രോഗികളെ മതം പഠിപ്പിക്കാനല്ലല്ലോ നമ്മൾ ആശുപത്രി തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. സി ജോൺ, താങ്കളുടെ അടുത്ത് വരുന്ന രോഗികളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു കംപ്ലൈന്റ് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മതം മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. രോഗം മാറാൻ മരുന്നിൻ്റെ കൂടെ പ്രാർത്ഥനയും വേണമെന്ന് പറയാറുണ്ട്. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയാത്ത പലതും ദൈവത്തിന് ചെയ്യാൻ കഴിയും. അതെൻ്റെ അനുഭവമാണ്. മിസ്റ്റർ ജോൺ, നിങ്ങൾ അറിഞ്ഞ ദൈവമോ സത്യമോ ഒന്നും അല്ല ഇവിടുത്തെ മാറ്റർ. വേൾഡിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല എക്യുപ്മെന്റ്സ് ആണ് കോടികൾ മുടക്കി നമ്മളിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡോക്ടർ ജോണിന്റെ പേഷ്യൻസിന്റെ മാത്രം സ്കാനിങ്ങുകളും മറ്റു ടെസ്റ്റുകളും പഴയതുപോലെ വരുന്നില്ല. എന്നാൽ പേഷ്യൻസ് ആണെങ്കിൽ കൂടുതലും. ആവശ്യമുള്ള രോഗികൾക്ക് വേണ്ടി ഞാനത് എഴുതാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ നിലപാട് ഹോസ്പിറ്റലിന് സ്വീകാര്യമല്ല. ഒരു മിനിറ്റ്, നിങ്ങളിവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം.
അപ്പക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നായിരുന്നോ നിങ്ങളുടെ വിചാരം? കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാലേ? ആ അതെ, ഇവൻ എന്തോ ബിസിനസ് എന്തോ തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, നീ തന്നെ പറ. എന്താടാ? പപ്പ, എൻ്റെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്. ഐ വാസ് തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടിങ് എ കമ്പനി. ഗുഡ്. നീ കോൺഫിഡൻ്റ് ആണെങ്കിൽ തുടങ്ങിയോടാ. എന്തു പറ്റി? അതല്ല പപ്പ, കുറച്ച് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ആക്ച്വലി ഒരു നല്ല ഓഫീസ് ബിൽഡിംഗ് വേണം, കുറച്ച് എക്സ്പെർട്ട് സ്റ്റാഫ് വേണം, കുറച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. തുടങ്ങുമ്പോൾ ഒരു നല്ല രീതിക്ക് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നീ ഫണ്ടിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഡീറ്റെയിൽ ആയിട്ടൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കും. ഐ വിൽ സപ്പോർട്ട് യു. നമുക്കൊരു മൊബൈൽ കമ്പനി കൂടി തുടങ്ങി. വെറുതെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവളെ കളിയാക്കാതെ. സോറി റേച്ചൽ. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങാം. പാവങ്ങളെ കഴുത്തറുത്ത് കൊല്ലുന്ന ഹോസ്പിറ്റലല്ല, പാവങ്ങളെ സഹായിക്കുന്ന ഹോസ്പിറ്റൽ. റേച്ചൽ കൊണ്ടല്ലോ, റേച്ചൽ വേണം ആ ഹോസ്പിറ്റൽ നടത്താൻ. ഇത്തവണത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഡോക്ടർ ജോണിന് മാത്രം കഴിഞ്ഞിട്ടില്ല. സി ജോൺ, we are not running a charitable institute, so each one has to strictly stick on to our targets. Okay? What I can do is I can terminate my service. No John, we need your service. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. നോ ഡോക്ടർ, ഞാനിത് തീരുമാനിച്ചുറപ്പിച്ചത്. താങ്ക് യു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, ബട്ട് പ്രൊഫഷൻ കളയാണെന്നും ദൈവം ആഗ്രഹിക്കില്ല. ജോണിൻ്റെ ഇപ്പോഴത്തെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ എത്രയോ നന്മകൾ ചെയ്യാം. അത് ശരിയാ ഫിലിപ്പേ. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. മരണാനന്തരം ഒരു മനുഷ്യന് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ബൈബിളിൽ നിന്ന് അറിയണം. ഇറ്റ്സ് ഗുഡ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. സ്വല്പം ദൂരെയാണ്. ഫാദർ ബെനഡിക്റ്റ്. ഡോക്ടർ ജോൺ, യെസ്. എന്താ പ്രത്യേകിച്ച്? ഫാദർ, എൻ്റെ മകൻ്റെ കാലുകൾ തളർന്നു പോയതിലൂടെ ഞാൻ പഠിച്ച സത്യങ്ങളെല്ലാം എൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. എന്നാൽ ഞാൻ പഠിക്കാത്തതും പഠിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ലാതിരുന്നതുമായ ഒരു വലിയ സത്യം ഞാൻ അറിഞ്ഞു. ദൈവം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഫാദർ, യേശുവിനെ എനിക്ക് കൂടുതൽ അടുത്തറിയണം. ബട്ട് സം ഓഫ് ഹിസ് ടീച്ചിങ്സ് ആർ ഹോണ്ടിങ് മീ. അതെന്താ? ഫാദർ, നമ്മുടെ ദൈവം നമ്മളെ ശിക്ഷിക്കൂ? നല്ല ചോദ്യമാണല്ലോ. ഉവെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട്. വരൂ പറയാം. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ ദൈവം സകല മനുഷ്യരെയും ശിക്ഷിച്ചു. എന്നാൽ ഒരു കുടുംബത്തെ ദൈവം രക്ഷിച്ചില്ലേ? ബൈബിളിൻ്റെ പുതിയ നിയമഭാഗത്ത് ഹെറദോസ് രാജാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദൈവത്തെ മറന്ന് സ്വയം ദൈവതുല്യനായി അഹങ്കരിച്ച ആ രാജാവിനെ ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് അടിച്ചു വീഴ്ത്തി. ആ രാജാവിൻ്റെ മാംസം പുഴുക്കൾക്ക് ഭക്ഷണമായി. അങ്ങനെ അയാൾ മരിച്ചു. അപ്പോ ദൈവം ശിക്ഷിക്കുന്നുമുണ്ട്, രക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാദർ, മറ്റൊരു സംശയം. ധനവാന്റെയും ദരിദ്രനായ ലാസറിന്റെയും കാര്യത്തിൽ ധനവാൻ നരകത്തിൽ പോകുന്നതായി ബൈബിളിൽ പറയുന്നുണ്ട്. ധനവാനാകുന്നത് തെറ്റാണോ ഫാദർ?
ധനവാൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒരാൾ തൻ്റെ അറിവും കഴിവും ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നു. എന്നാൽ മറ്റു ചിലർ തൻ്റെ കഴിവും അറിവും ഉപയോഗിച്ച് മനുഷ്യരെ സ്വാധീനിക്കുന്നു. അവരിലൂടെ അവർ എന്തും നേടിയെടുക്കും. എന്താ, വ്യക്തമായില്ല അല്ലേ? മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും മറ്റേത് രംഗത്തിലായാലും മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്നവരെല്ലാം ധനവാന്മാരാണ്. ഇതിൽ ദൈവം ഉദ്ദേശിക്കുന്ന ധനവാൻ ആരാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ സംശയം തീർന്നില്ല ഫാദർ. ധനവാൻ നരകത്തിൽ പോകാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ദൈവവചനം മനസ്സിലായിട്ടും സ്വർഗവും നരകവും ഉണ്ടെന്ന് ബൈബിളിൽ വ്യക്തമായി കണ്ടിട്ടും കേട്ടിട്ടും അവനതിൽ വിശ്വസിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് അനുതാപവും ഉണ്ടാകുന്നില്ല. അനുതാപമില്ലാത്തതായിരുന്നു ആ ധനവാന്റെ തെറ്റ്. അതിരിക്കട്ടെ, ഇനി എന്തൊക്കെയാ പരിപാടി? നാളെ ഞാനും ഫിലിപ്പുമായി ഒരു വില്ലേജിൽ പോകുന്നുണ്ട്. ഓ, കാവോദി വില്ലേജ്. ഫിലിപ്പ് പറഞ്ഞിരുന്നു. ഗുഡ്. ഞാൻ ഇറങ്ങട്ടെ ഫാദർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസികളുടെ പിതാവായ ആബ്രഹാമിൻ്റെ 2 മക്കളെക്കുറിച്ചാണ്. ഒരുവൻ ധനികനും അപരൻ ദരിദ്രനായ ലാസറും. ദരിദ്രനായ ആ മനുഷ്യൻ ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവനത് ലഭിച്ചിരുന്നില്ല. അങ്ങനെ അവൻ മരിച്ചു. പിന്നീട് ആ ധനികനും മരിച്ചടക്കപ്പെട്ടു.
എന്റെ നാവ് ഒന്ന് നനയ്ക്കാൻ ഒരിറ്റ് വെള്ളവുമായി ലാസറിനെ ഒന്ന് ഇങ്ങോട്ട് അയക്കണേ. മകനെ, നിനക്ക് ഓർമ്മയുണ്ടോ? ഭൂമിയിലായിരുന്ന കാലത്ത് നിനക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നില്ലേ? എന്നാൽ ലാസറിനോ കഷ്ടതകൾ മാത്രം. ഈ ഗർത്തം നീ കാണുന്നില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരിക സാധ്യമല്ല. എങ്കിൽ ഭൂമിയിലുള്ള എന്റെ സഹോദരങ്ങൾക്ക് എന്റെ ഈ അവസ്ഥ വരാതിരിക്കാൻ അങ്ങ് ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണേ. അതെന്തിനാ മോനെ ലാസറിനെ അയക്കുന്നത്? അവർക്ക് അവിടെ പ്രവാചക ഗ്രന്ഥങ്ങളും അപ്പസ്തോല പ്രബോധനങ്ങളും ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ പിതാവേ. ഭൂമിയിലായിരുന്നപ്പോ എനിക്കും ഇതിലൊന്നിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എങ്കിൽ മരിച്ചവരിൽ ഒരാളായ ലാസർ ഇത് പോയി പറഞ്ഞാൽ എന്റെ സഹോദരങ്ങൾ വിശ്വസിക്കും. അവർക്ക് അനുതാപമുണ്ടാകും പിതാവേ. ഭൂമിയിൽ സുവിശേഷം അറിയിക്കാൻ മരിച്ചുപോയവരെ അല്ല ദൈവം നിയോഗിക്കുന്നത്, അവിടെയുള്ളവർ തന്നെയാണ്. ഒന്നുമില്ല. ഫാദർ ബെനഡിക്റ്റിനെ കണ്ടുവന്നതിന് ശേഷം എന്തോ ടെൻഷനിലാണോ? എന്താ? നീ കിടന്നോ? ശാപം കിട്ടിയ നാടാ ഡോക്ടറെ ഇത്. ഇത്രയേറെ ദുരിതങ്ങൾ ഫേസ് ചെയ്തവരാ ഞങ്ങൾ. നമുക്ക് ഈ നാടിനെ ഒന്ന് മാറ്റിയെടുക്കണം മാഷേ. അതിനുവേണ്ടി ജീവിതം വരെ സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഡോക്ടർ ജോൺ ഇവിടെ വന്നിട്ടുള്ളത്. വിഷക്കുമുളകൾ വീണ് പുണ്ണു ബാധിച്ച മണ്ണും മനുഷ്യരുമാണ് ഇവിടെയുള്ളത്. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളേറെയും വികൃത ജന്മങ്ങളാണ്. കല്യാണം കഴിക്കാൻ പോലും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഭയമാണ്. പിന്നെ പ്രതീക്ഷ നശിച്ചിട്ടുള്ള പലരും ലഹരിക്കടിമകളുമാണ്. ഇതിനെയൊക്കെ മുതലെടുക്കാൻ കച്ചവടക്കണ്ണുള്ള കുറേ രാഷ്ട്രീയക്കാരും. മനുഷ്യരെല്ലാം നല്ലവരാ പക്ഷേ ശരിയായ അറിവില്ലായ്മയാണ് ഏതൊരു മനുഷ്യൻ്റെയും പ്രശ്നം. ഡോക്ടർക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? മാഷെ, ഞാനിവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആലോചിക്കുക. അതിനു പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചതാ. അങ്ങനെയാണെങ്കിൽ പൂട്ടിക്കിടക്കുന്ന പഴയ ഒരു ക്ലിനിക്കുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ധാരാളം. സഹൃദരായ ഗ്രാമവാസികൾ, നാളുകളായി പൂട്ടിക്കിടക്കുന്ന കാവോദി വില്ലേജിലെ ക്ലിനിക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. പ്രഗത്ഭനായ ഡോക്ടർ ജോൺ എബ്രഹാം ഈ ക്ലിനിക്കിൽ സൗജന്യ സേവനം നടത്തുന്നതാണ്. ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് രാജമാണിക്യത്തെ പരിശോധിച്ചുകൊണ്ട് നാളെ രാവിലെ മുതൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചുകൊള്ളു. ആഹാ, BP കൂടുതലാണല്ലോ. പൊതുപ്രവർത്തനം ടെൻഷൻ പിടിച്ച പണിയല്ലേ സാറേ? അതിനൊരു വഴിയുണ്ട്. പ്രസിഡന്റ് ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതെന്താ ബൈബിളോ? മരുന്നല്ലേ ഫ്രീ ആന്ന് പറഞ്ഞു? മരുന്ന് ഫ്രീ ആണ്. മരുന്നിനേക്കാൾ വീര്യമുള്ളതാണ് ഇതിനകത്തെ വചനങ്ങൾ. ഇത് വായിച്ചു നോക്കിയാൽ മതി, BP ഒക്കെ താനെ കുറയും. ശരിയെന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ഇതൊന്നും അപ്പുറത്തൊന്ന് വാങ്ങിച്ചു. കാര്യം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാ. കയ്യിലിരിപ്പ് തീരെ മോശം. ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിക്കുന്നവനാ. എങ്ങനെ? മയക്കുമരുന്ന്, അതിന്റെ സപ്ലയറാണ് അവൻ. അവന്റെ മെയിൻ ബിസിനസ് അതല്ലേ. പിന്നെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അതുപോട്ടെ, ഇവിടെ രോഗികളൊന്നും ഇല്ല പക്ഷേ, ആരെയും കാണുന്നില്ലല്ലോ. പല പല ചൂഷണങ്ങൾക്കും ഇരയായിട്ടുള്ളതുകൊണ്ട് പുറമേ നിന്ന് വരുന്നവരെ പേടിയാ. അതുകൊണ്ടാണ് അവർ വരാത്തത്. പക്ഷേ അല്ലെങ്കിലും ആടുകൾ ഇടയൻ്റെ അടുത്തേക്കല്ല, ഇടയൻ ആടുകളുടെ അടുത്തേക്കാണ് പോകുന്നത്. അത് യേശുവിൻ്റെ ഒരു രീതിയാണ്. നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചില്ല. അയ്യോ, ഈ മനുഷ്യനെ കൂടെ തോറ്റല്ലോ. എനിക്ക്
നാട്ടുകാർ കേൾക്കുന്നുള്ള തോന്നൽ പോലും ഇല്ലല്ലോ. ഇനി ചെടിച്ചെടിയെല്ലാം പൊടിച്ചല്ലോ. ഒരു കണ്ടുപിടിക്കാൻ പാടില്ല. ചെടിയാ ഇതെല്ലാം. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഓരോന്ന് ചെയ്യുന്നല്ലോ ദൈവമേ. ഷാജിയുടെ വീടാ, എന്നും കലഹമാ. നമുക്കൊന്ന് കേറിയിട്ട് പോവാം. മതി. എന്താ എന്റെ മാഷേ, എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മനസ്സമാനം തരത്തില്ലേ മനുഷ്യൻ. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ചേട്ടാ? മനസ്സമാധാനമില്ല ഡോക്ടറെ. മദ്യപിച്ചാൽ മനസ്സമാധാനം കിട്ടുമോ? കിട്ടുമോ ശങ്കരേട്ടാ? മദ്യപിച്ച ബാക്കിയുള്ളവരെ മനസ്സമാധാനം പോവല്ലേ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥന ഉണ്ടാവണം. ഡോക്ടർ വരുമോ മാഷ്? ഡോക്ടർ പുറപ്പെട്ടു എന്നാ പറഞ്ഞത്. ആ, ഡോക്ടർ എത്തിയല്ലോ. എന്റെ മോനെ രക്ഷിക്കുന്ന ഡോക്ടറെ. അകത്ത് റൂമിൽ ഞാൻ സൂക്ഷിക്കണം ഡോക്ടറെ. അവനാകെ പിടിവിട്ട് നിൽക്കും. നിങ്ങളോട് നിന്ന് മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവൻ എന്നൊക്കെ ചെയ്തു കൂട്ടരുന്ന് പറയാൻ പറ്റൂല. എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി ഡോക്ടർ. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വലം കൈയായി നടന്നിരുന്ന കള്ളും കഞ്ചാവും കൊടുത്ത് ഈ രൂപത്തിലാക്കി. ഇപ്പൊ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ല. കരയണ്ട, എല്ലാം ശരിയാവും. ഡോക്ടറെ, അത് കണ്ടോ? 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാ. എല്ലാം ഷാജിയുടെ വലയപ്പെട്ട് കിടക്കുക. മോനെ, കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ടേ. മരുന്നും എടുത്തു കഴിക്കാൻ മറക്കരുത് കേട്ടോ. ശരിയമ്മേ. പൈസ എത്ര?
ഡോക്ടറെ ഞങ്ങൾ നന്ദി പറയാൻ വന്നതാ. ഇവന്റെ അസുഖമൊക്കെ മാറി. എന്തുകൊണ്ട് രമേശേ? ഡോക്ടർ, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഡോക്ടർ തന്ന ബൈബിൾ വായിച്ചതിന് ശേഷം എനിക്കെന്തോ ഭയങ്കര മാറ്റം വന്ന പോലെ. ഭയങ്കര മാറ്റം വന്ന പോലെയല്ലേ രമേശ്? നീ ഒരുപാട് മാറിയിട്ടുണ്ട്. അമ്മയ്ക്കൊക്കെ സന്തോഷമായില്ലേ? നന്ദി എന്നോടല്ല പറയുന്നത്, ദൈവത്തോട് പറയണം. ഈ മരുന്നുകൂടെ 2 ആഴ്ച കഴിക്കണം കേട്ടോ. ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അവളെന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നോ? ഡോക്ടറെ സൂക്ഷിച്ചു. ദേ ഡോക്ടർ സാറ്. എന്തുണ്ട് രമേശ് വിശേഷം? നല്ല വിശേഷം. സുഖമല്ലേ? ഓ ആ സാറേ. ഇതാരാ? ചേച്ചിയുടെ മോനാ. എന്താ മോന്റെ പേര്? വിഷ്ണു. വിഷ്ണു പഠിക്കുന്നില്ലേ? ഓ അവൻ പഠിത്തമൊക്കെ നിർത്തി ഡോക്ടറെ. ആഹാ. വിഷ്ണു, നീ എൻ്റെ ഒപ്പം ക്ലിനിക്കിലേക്ക് പോരും. എനിക്കവിടെ സഹായത്തിന് ആളെ ആവശ്യമുണ്ട്. മാഷ്ക്കാണെങ്കിൽ നല്ല തിരക്കാം. ഞാനൊന്നുമില്ല. അങ്ങനെ പറയല്ലേ മോനെ. ഒരു സംശയം വന്നാൽ ഇവിടെ നാടും നാട്ടുകാരെയൊക്കെ അറിയുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ? എന്താ വിഷ്ണു, എന്നെ സഹായിക്കില്ലേ? എനിക്ക് വയ്യ. സാറിനെ ഇപ്പൊ നമ്മുടെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായി തോന്നുന്നു. ഡോക്ടറെ, ഇതാ ഷാജി. നിങ്ങൾ അലമ്പാ കേട്ടോ. താനാണല്ലേ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്ന ഡോക്ടർ. ഒരു ഡോക്ടർ വിചാരിച്ചാൽ നാട് നന്നാക്കാൻ കഴിയില്ല, പക്ഷെ മനുഷ്യനെ നന്നാക്കാൻ കഴിയും. അതായിരിക്കും നാട്ടുകാർക്ക് കൊണ്ട് ബൈബിൾ വിതരണം ചെയ്യണത്. ബൈബിൾ വായിച്ചിട്ട് മനുഷ്യൻ നന്നായ ചരിത്രമേ ഉള്ളൂ. ആളുകളെ മതം മാറ്റിക്കുന്നല്ലോ തന്റെ ഉദ്ദേശം. മൃഗീയ സ്വഭാവമുള്ള മനുഷ്യനെ ദൈവിക സ്വഭാവമുള്ള മനുഷ്യരാക്കി മാറ്റുന്നതാണ് ബൈബിൾ. മതി മതി, നിന്റെ പ്രസംഗം നിർത്ത്. ഇവിടുന്ന് സ്ഥലം കാലിയാക്കണായിരിക്കും നിനക്ക് നല്ലത്. ഷാജി, നീ ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. മാഷേ, ഷാജി ആരാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് രാജമാണിക്കില്ലേ, അവന്റെ ബലത്തിലാണ് ഇവനെ കളിക്കുന്നത്. വിചാരിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഓരോരോ കൂട്ടുകാരെയും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അവരിപ്പോ എവിടെയാ ഉള്ളതെന്ന് വിഷ്ണുവിനെ അറിയും. അറിയാം. നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. എന്താ മക്കളെ? നിങ്ങൾ ഇരിക്കും മക്കളെ, നീ ഇരിക്കേ, നീ ഇരിക്കേ. മോൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ കിടപ്പിലാണ്, അമ്മയ്ക്ക് പണിയൊന്നുമില്ല. നിനക്കോ? അമ്മ മരിച്ചുപോയി സാറേ. അച്ഛന് വേറെ സ്ത്രീയുണ്ട്. ആ സ്ത്രീ എന്നെ ഉപദ്രവിക്കും. അതൊന്നും കാര്യമാക്കണ്ട മക്കളെ. പിന്നെ ഈ ഷാജിയണ്ണൻ തരുന്ന പാക്കറ്റിൽ എന്താണെന്ന് മക്കൾക്ക് അറിയോ? കുറേ നേരമെല്ലാം മറക്കും സാറേ, അത്ര അറിയാം. മക്കളെ, അത് മുഴുവൻ കെമിക്കൽ ഡ്രഗ്സാണ്. അത് ഉപയോഗിക്കുന്നവരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കരുത്. വിഷ്ണുവിനോട് ചോദിച്ചു നോക്കി, അവനിപ്പോൾ മാറിയത് കണ്ടില്ലേ? നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമുക്കൊക്കെ ഒരു നല്ല ജീവിതത്തിലേക്ക് വരണ്ടേ? ഈ ഗ്രാമത്തിലാർക്കും മരുന്നില്ലാതെയോ ഭക്ഷണമില്ലാതെയോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. നിങ്ങളിനി ഈ ശീലത്തിലേക്ക് തിരിച്ചു വരരുത്. വിഷ്ണു, നീ ഇവരുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. എന്താവശ്യത്തിനും നിങ്ങൾക്ക് എൻ്റെ ക്ലിനിക്കിലേക്ക് വരാം. എൻ്റെ മുഴുവൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ ഈ നാട്ടുകാരെ ഇനി നിങ്ങൾ വേണം മുന്നിൽ നിന്ന് നയിക്കാൻ. நீ அதை பார்த்தியாடா? ஜான் டாக்டர் வந்தப்போ பசங்களோட மாற்றம் பார்த்தியா?
இதெல்லாம் இலவசமா கொடுக்கறாங்கடா. அப்படியாண்ணா? ஆமாடா. அத பாரு, எவ்வளவு ஐட்டம் கொண்டு போறாங்க பாரு. ரொம்ப பெரிய காரியம்ண்ணா. ഷാജിക്കൊരു മാറ്റം ഉണ്ടാവുമോ ചേട്ടാ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. എത്ര നാളാ നമ്മൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ? എല്ലാറ്റിനും ദൈവത്തിനൊരു സമയമുണ്ട്. അതുവരെ നമുക്ക് കാത്തിരിക്കാന്നേ. ശ്രീധരൻ മാഷ് നമുക്കൊരു തടസ്സമായിരുന്നില്ല. പക്ഷേ ആ ഡോക്ടർ, അയാള് നമുക്കൊരു തടസ്സമാണ്. അയാളെങ്ങനെയാണ് നമുക്ക് തടസ്സമാകുന്നത്? എനിക്ക് തോന്നുന്ന അയാളൊരു വട്ടനാണ്. ഇല്ലേ ആരെങ്കിലും ഇത്രയും ഫ്രീ ചികിത്സ നാട്ടിൽ കൂടി നടക്കും. പോരാത്തതിന് നാട്ടുകാർക്ക് മൊത്തം ബൈബിള് വിതരണം. പ്രസിഡന്റേ, അയാൾ നമുക്കൊരു അപകടം തന്നെയാണ്. ഈ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും അയാൾ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ രഹസ്യ സങ്കേതങ്ങൾ അയാൾ അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടായാൽ അത് നമുക്ക് ദോഷം ചെയ്യും. പട്ടണത്തിലെ വലിയൊരു ഡോക്ടറായിരുന്നില്ലേ? അയാൾ വിചാരിച്ചാൽ നമ്മുടെ ലഹരി ബിസിനസ്സൊക്കെ പൊളിക്കാൻ പറ്റും. പോരാത്തേന് ആ പുസ്തകം വായിക്കുന്നവർക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചങ്ങലയിൽ കിടക്കുന്ന രമേഷിന്റെ അവസ്ഥ നാട്ടിൽ മുഴുവൻ സംസാര വിഷയമാണ്. നമ്മുടെ ഷാജിയുടെ അച്ഛൻ തന്നെ ഒരുപാട് മാറി. അയാളുടെ ക്ലിനിക്കിൽ ഇരിക്കണ ഈ ബൈബിളൊക്കെ എടുത്ത് ഞാൻ കത്തിക്കാൻ പോവാ. അതോടുകൂടി അയാൾ പണി നിർത്തും. നിർത്തിയില്ലെങ്കിലോ? നിർത്തിക്കും. ഷാജിയാ പറയണത്. വണ്ടി കയറി പോകാൻ പാകത്തിന്. മനസ്സിലായോ? എടോ, ഷാജി അവിടെ പോയിട്ട് എന്തായി? ഇന്നലെ ഷാജി ബൈബിള് കത്തിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ആ സമയത്ത് ഒരു ഇടിവെട്ട് മഴ. മഴയോ? അതിന് ഇന്നലെ ഇവിടെ മഴയൊന്നും പെയ്തില്ലല്ലോ. അതാ കാര്യം. ബൈബിൾ എല്ലാം കൂടി കത്തിക്കാൻ എടുത്തപ്പോ അവിടെ മാത്രം ഒരു മഴ. പിന്നെ ചന്ദ്രൻ പറഞ്ഞത് അതിനുശേഷം ഷാജിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നാ. കൺഫ്യൂഷനോ? എന്ത് കൺഫ്യൂഷൻ? ആ പുസ്തകത്തിന് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് ഷാജിക്ക് ഒരു തോന്നല്. തേങ്ങാ കൊല, ദിവ്യശക്തി. ഞാനാ ഡോക്ടർ ഒന്ന് കണ്ടേ. ഇനി എന്നാ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. താൻ വണ്ടി എടു. എന്താ പ്രസിഡന്റ്, എന്നെ കാണണമെന്ന് പറഞ്ഞു? ഞാൻ ആലോചിക്കുമായിരുന്നു ഡോക്ടർക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടതെന്ന്. അല്ല, സാറിനെ പോലുള്ള ആളുകൾ ഈ ചികിത്സയുടെ പേരും പറഞ്ഞ് ഈ ബൈക്കിലും നടന്നുമൊക്കെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു. ഒരു കാര്യം ചെയ്യാം, ഡോക്ടറുടെ ഈ ക്ലിനിക്കൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞ് എൻ്റെ ചിലവിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഞാൻ പണിത് തരാം. അവിടെ ഇരുന്ന് ചികിത്സിച്ചാൽ പോരെ? അതൊന്നും വേണ്ട. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരേ ഗ്രാമവാസികൾ. എൻ്റെ ചിലവിൽ ഞാൻ നല്ലൊരു പള്ളി പണിത് തരാം. ഡോക്ടർക്ക് ഇഷ്ടമുള്ളൊരു അച്ഛനെയും കൊണ്ടുവന്ന് പൂജയും തുടങ്ങിക്കോ. എന്നിട്ട് 100 or 200 കുടുംബങ്ങളെ ക്രിസ്തുമതത്തിൽ ചേർത്തോ. ഞാനിവിടെ മതം മാറ്റം വന്നതല്ല പ്രസിഡന്റ്. അതല്ല എൻ്റെ ലക്ഷ്യം. പിന്നെ എന്താണോ എൻ്റെ ലക്ഷ്യം? ഈ മനുഷ്യന്റെ കൈകൊണ്ട് നിർമ്മിച്ച പള്ളികളിലൊന്നും അല്ല ദൈവം വസിക്കുന്നത്. നമ്മുടെ ശരീരമാവുന്ന ആലയത്തിലാണ്. ബൈബിൾ വചനങ്ങളിലൂടെ മനുഷ്യന്റെ മനസ്സ് മാറ്റി ഓരോ മനുഷ്യനെയും പുതിയ സൃഷ്ടിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.
എങ്കിലല്ലേ മരണശേഷം മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. തേങ്ങ കൊല സ്വർഗം. ഇനി മേലിൽ എൻ്റെ അനുവാദം ഇല്ലാതെ ഈ ഗ്രാമത്തിലൊരു വീട്ടിൽ പോലും കയറി പോരുത്. ഒരാൾക്ക് പോലും ബൈബിൾ കൊടുക്കരുത്. എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചതാ പ്രസിഡന്റ്. ഞാനിത് തുടരും. നിർത്തോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോളണം. ഇതൊക്കെ അറിഞ്ഞപ്പോ ജോൺ ഡോക്ടർ എന്ത് പറഞ്ഞു മാഷെ? സാരമില്ല എന്നാ പറഞ്ഞത്. നമുക്കിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണ്ട മാഷേ? വേണ്ട. ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പുസ്തകം വെറും കടലാസും മഷിയും മാത്രമാണ്. എന്നാ ഇതിൽ എഴുതി വച്ചിരിക്കുന്നതോ ശത്രുവിനെ സ്നേഹിക്കാനും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. Okay. Excuse me. Yes. ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുന്ന എപ്പോഴാ? 12 o'clock. Thank you. So what is your expectation? I expect 5 lakhs. How long are you planning to stay in this company? Minimum 2 years. Okay, you may wait. Our MD will meet you. Thank you. ഇതുപോലൊരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ശരിയാ, ലൈഫ് സെറ്റ്. എന്തു പറഞ്ഞു? MD ആയിട്ട് ഒരു ഇന്റർവ്യൂവും കൂടി ഉണ്ട്. ശരി. May I come in, sir? Come in. Sit. So you expect 5 lakhs per annum, right? That's doable. സീരിയ, ഈ കമ്പനിക്ക് ആവശ്യം ഏതൊരു സാഹചര്യത്തിലും ഞങ്ങളുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ്. നിങ്ങളെ കൊണ്ടത് സാധിക്കൂ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്ത് തീരുമാനിച്ചു? റിയനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടോ? അത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. റിയയുടെ ഫാദർ എന്നെ വിളിച്ചിരുന്നു. അവർക്കുണ്ടായ തെറ്റിദ്ധരുത്താൻ അവർ തയ്യാറാണ്. ബിക്കോസ് ഷീ ലവ്സ് യു എ ലോട്ട്. എനിക്ക് പണ്ടേ അറിയാം നിങ്ങൾ തമ്മിൽ സെറ്റ് ആവുള്ളൂ. എത്രയും പെട്ടെന്ന് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ വെക്കണമെന്നാ തോന്നുന്നത്. ഷുവർ. ഫാമിലി മെമ്പേഴ്സിനൊക്കെ വെച്ച് ചെറിയൊരു ഫംഗ്ഷൻ പോരെ? ക്ലോസ് റിലേറ്റീവ്സിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ചേട്ടന്റെ ഫ്രണ്ട്സാണ് അവന്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ്. പിന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? കുറച്ചധികം ആളുണ്ടാവും.
ഗുഡ് ഈവനിങ് ഓ. സത്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു അത്ഭുതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് ഞങ്ങൾ സംശയിച്ച ഒരുപാട് കറുത്ത ദിവസങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ അനുഭവങ്ങൾ പോലും, ഓരോ ചെറിയ സംഭവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. അതെ, ജോൺ ഡോക്ടർ ഇവിടെ വന്നത് ഈ നാടിന് വലിയ ഗുണമായി കേട്ടോ. അത് ശരിയാ, ഇനി പട്ടിണി എടുക്കാതെ ജീവിക്കാം. കുട്ടികളുടെ പഠനത്തിന് ഡോക്ടർ സഹായിക്കുന്നു പറയുന്ന കേട്ടല്ലോ, അത് ശരിയാണോ? അത് ശരി തന്നെയാ. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഡോക്ടർ ചെയ്യുന്നുണ്ട്. ഈ ഡോക്ടർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയത് ഒരു ദൈവദൂതനെ പോലെയാ. എന്റെ വീട്ടില് ശങ്കരേട്ടൻ ഇപ്പൊ ഒരുപാട് മാറി. നിങ്ങൾ മതം മാറിയോ? മതമല്ല മാറിയത്, ശങ്കരേട്ടന്റെ ദുശീലങ്ങളാ മാറിയത്. അതോടെ സ്വഭാവം മാറി. ഞങ്ങൾക്കിപ്പോ നല്ല സമാധാനം ഉണ്ട് കേട്ടോ. എന്താടോ? ഷാജി നമ്മളെ കൈവിട്ടു പോയ ലക്ഷണമാണെന്നാണ് ചന്ദ്രൻ പറയുന്നത്. ഗ്രാമവാസികൾ മുഴുവനും ആ ഡോക്ടർ ജോണിന്റെ ആരാധകരാ. അത് മാത്രമല്ല, നമ്മൾ കടത്തിക്കൊണ്ടിരുന്നതെല്ലാം ഒളിച്ചു വെക്കുന്ന സ്ഥലം ആ രമേഷും വിഷ്ണു കൂടി ഡോക്ടർ ജോണിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വാണിംഗ് കൊടുത്തിട്ടും അവൻ നിർത്തിയിട്ടില്ല. അതെ, ഷാജിയായിട്ടും തിരിച്ചു വരാതെ എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എടാ മറ്റവനെ, പിന്നെ എന്തിനാടാ നിനക്ക് 6 പൊക്കോ 100 കിലോ തൂക്കൂ? ഷാജി മാത്രമല്ല, പോയവന്മാരെല്ലാം തിരിച്ചു വരും. രാജമാണിക്യം വരും എന്ന് പറഞ്ഞാ വരും. ഹലോ ഹലോ, സാറാ, ഉടനെ ഇറങ്ങാം. ഷോ. മാഷേ, ഇന്ന് വന്നേ. വീട്ടിൽ നിന്ന് വിളി വന്നു, ഞാൻ ഇറങ്ങുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയോണം. ഇവരറിയണ്ട ഞാൻ പോകും.
ഏയ് ഹലോ ഏയ് 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 ഹലോ അവന്റെ ഒരു സുവിശേഷം പറിച്ചിട്ട് നാട് നന്നാക്കല. നിന്നോട് പ്രസിഡന്റ് പറഞ്ഞല്ലേ നടത്താം. നീ നാട്ടുകാരെ നന്നാക്കി അടങ്ങണം അല്ലടാ. പഠിച്ചു കേട്ടടാ. പിന്നുണ്ടല്ലോ മുറുക്കി കേട്ടടാ. കിട്ടങ്ങോട്ട് നിനക്ക് സ്വർഗരാജ്യം കാണണ്ടേ? ഞാൻ കാണിച്ചു തരാടാ. ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ജോൺ ഡോക്ടറെ ഇവിടെ അടക്കം ചെയ്യുന്നത് എന്ന്. കാരണമുണ്ട്. അദ്ദേഹം ഈ ഗ്രാമവാസികൾക്ക് ഏറ്റവും പ്രിയങ്കരനായി തീർന്നതുകൊണ്ടും ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം അതായതുകൊണ്ടുമാണ് ഈ മണ്ണിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത്. ഈ സന്ദർഭത്തിൽ ഡോക്ടർ ജോണിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഉചിതനായ വ്യക്തി ഞാനല്ല, ഈ നിൽക്കുന്ന ഫിലിപ്പാണ്. ജോൺ ഡോക്ടറോട് ആദരസൂചകമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ശവപഞ്ചത്തിൽ കിടക്കുന്നത് ഡോക്ടർ ജോണിൻ്റെ കത്തിക്കരിഞ്ഞ ശരീരം മാത്രമാണ്. എന്നാൽ ഡോക്ടർ ജോൺ നിത്യതയിലേക്ക് കടന്നു പോയി കഴിഞ്ഞു. സെന്റ് പോൾ പറഞ്ഞ പോലെ ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം ജീവന്റെ കിരീടം എനിക്ക് സമ്മാനിക്കും. ഈ വചനം ജോണിനെ സംബന്ധിച്ച് അന്വർത്ഥമാണ്. ഇന്ന് നമുക്ക് വിലപിക്കാനുള്ള ദിവസമല്ല, ഡോക്ടർ ജോൺ തുടങ്ങി വെച്ച ദൗത്യം പൂർത്തിയാക്കാനുള്ള വെല്ലുവിളികളുടെ ദിവസമാണ്. അതിനുള്ള ശക്തി
സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജോൺ, ഫാദർ എബ്രഹാം, വരൂ. നമ്മളെ ഉപദ്രവിക്കുന്നവരാരും ഇവിടെ ഇല്ല ജോൺ. ഈ കാണുന്ന മാലാഖമാരെല്ലാം നമ്മുടെ സഹായത്തിനുള്ളവരാ. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിനുള്ളതെല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ, ഭൂമിയിൽ നിന്ന് പോന്നിട്ട് എത്ര കാലമായെന്നറിയാമോ? സ്വർഗത്തിലെ ഒരു ദിവസം ഭൂമിയിലെ 1000 വർഷം പോലെയാണ്. ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന നന്മകളെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒരുവൻ തുടങ്ങിവെക്കുന്നു, മറ്റൊരാൾ തുടർന്നു കൊണ്ടുപോകുന്നു. കാവോതി വില്ലേജിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പാഴായിപ്പോയി എന്നല്ലേ ജോണിന്റെ വിഷമം? നോക്കൂ ജോൺ, ഫാദർ, അവൻ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വേദനയോ ദുഃഖമോ മുറവിളിയോ അവർക്കുണ്ടാവുകയില്ല. ഇനി ഒരിക്കലും മരണമുണ്ടായിരിക്കുകയേയില്ല. പഴയതെല്ലാം കടന്നുപോയി.